ഹായ് ഓൾ, ലോജിക്കൽ റീസണിങ്ങിൻ്റെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അനാലജി എന്നുള്ള ടോപ്പിക്കിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. 1 minute ടൈം. ഓക്കെ, ടൈം അപ്പ് നോക്കുക. 210 അതിൻ്റെ റിലേഷനായിട്ട് കൊടുത്തിട്ടുള്ളത് 380 ആണ്. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ടേം കൊടുത്തിട്ടുള്ളത് 182 എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു അല്ലെങ്കിൽ 182ൻ്റെ റിലേഷനായിട്ട് വരുന്ന ടേം ഏതാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നോക്കുക, 2 1 നോട്ടിൻ്റെ ഏറ്റവും അടുത്ത സ്ക്വയർ ഏതാണ് വരുന്നത്? 225 ആണ്. ഓക്കെ, 225 മൈനസ് 15 ആണ് എന്ത് പറയുന്നത്? 210 അല്ലെങ്കിൽ 210 എന്ന് പറയുന്നത്. ഇവിടെ നോക്കുക, 380ൻ്റെ ഏറ്റവും അടുത്ത സ്ക്വയർ വരുന്നത് 400 ആണ്. ഓക്കെ, 400 മൈനസ് 20 ആണ് എന്ത് പറയുന്നത്? 380 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നോക്കുക, 225 എന്ന് പറയുന്നത് എന്താ? 225 എന്ന് പറയുമ്പോൾ 15 സ്ക്വയർ ആണ്. 15 സ്ക്വയർ മൈനസ് 15 ആണ് എന്ത് വരുന്നത്? 210 അല്ലെങ്കിൽ 210 എന്ന് പറയുന്നത് വരുന്നത്. ഇവിടെ നോക്കുക, 20 സ്ക്വയർ മൈനസ് 20 ആണ് എന്ത് വരുന്നത്? 380 എന്നുള്ള ടൈം വരുന്നത്. അപ്പോൾ n സ്ക്വയർ മൈനസ് n സ്ക്വയർ മൈനസ് എന്നുള്ള ആ ഒരു കോമൺ റിലേഷനാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ 182ൻ്റെ കേസിലോട്ട് നോക്കാം. 182ൻ്റെ ഏറ്റവും അടുത്ത സ്ക്വയർ എന്ന് പറയുന്നത് 196 ആണ്. അപ്പോൾ 196 മൈനസ് 14 ആണ് എന്ത് പറയുന്നത്? 182 എന്ന് പറയുന്നത്. അതായത് 14 സ്ക്വയർ മൈനസ് 14 ആണ് 182. അപ്പോൾ നോക്കുക, 15ൻ്റെ സ്ക്വയർ വന്നു, അടുത്തത് 20ൻ്റെ സ്ക്വയറാണ് വന്നത്. അങ്ങനെയാണെങ്കിൽ 14ൻ്റെ സ്ക്വയർ വന്നു, അടുത്തത് ഏതിൻ്റെ സ്ക്വയറാണ് വരിക? 19ൻ്റെതായിരിക്കും. കാരണം 5 ആഡ് ചെയ്ത് പോകുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? 19 സ്ക്വയർ മൈനസ് 19 എന്നുള്ളതായിരിക്കും. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ 19 സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 361 ആണ്. 361 മൈനസ് 19. 361 മൈനസ് 20 എന്ന് പറയുമ്പോൾ 341 ആണ്. അതിലേക്ക് വീണ്ടും ഒന്നും കൂടി ആഡ് ചെയ്യണം. കാരണം എന്താ വെച്ചാൽ നമുക്ക് 20 മൈനസ് ചെയ്യേണ്ട ആവശ്യമില്ല, 90 മാത്രം മൈനസ് ചെയ്താൽ മതി. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 342 ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഓപ്ഷൻ ഡി അല്ലെങ്കിൽ ഓപ്ഷൻ 4 342 എന്നുള്ളതാണ് ഈ ഒരു സ്പെസിഫിക് ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. 1 minute ടൈം. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കുക. ദർ ഈസ് എ സെർട്ടൈൻ റിലേഷൻ ബിറ്റ്വീൻ ടു ഗിവൺ വേർഡ്സ് ഓൺ വൺ സൈഡ് ഓഫ് ദാറ്റ് ഡബിൾ കോളം ആൻഡ് വൺ വേർഡ് ഈസ് ഗിവൺ ഓൺ ദി അനദർ സൈഡ് ഓഫ് ദാറ്റ് കോളം. എ വേർഡ് ഈസ് ടു ബി ഫൗണ്ട് ഫ്രം ദി ഗിവൺ ഓപ്ഷൻസ് ഹാവിംഗ് ദി സെയിം റിലേഷൻ വിത്ത് ദിസ് വേർഡ് ആസ് ദി ഗിവൺ പെയർ. അപ്പോൾ ഇവിടെ ഒരു പെയർ തന്നിട്ടുണ്ട്, ഡ്രില്ല് അതുപോലെ തന്നെ ബോർ. ആ ഒരു സ്പെസിഫിക് റിലേഷൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കാം. ആ ഒരു കാര്യം തന്നെ സീവ് എന്നുള്ള ഒരു വേർഡിലേക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു വെർബൽ അനാലജി ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. നോക്കുക, ഡ്രിൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫംഗ്ഷനായിട്ടാണ് എന്ത് പറയുന്നത്? ബോർ എന്നുള്ളത് വരുന്നത്. ഇപ്പോൾ ഡ്രില്ല് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഇപ്പോൾ നമ്മൾ ഡിഗ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഡ്രില്ല് യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെയാണെങ്കിൽ സീവ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അരിപ്പ എന്നാണ് നമ്മൾ ജസ്റ്റ് സീവിന് നമുക്ക് അരിപ്പ എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിൻ്റെ ഫംഗ്ഷൻ എന്താ പറയുന്നത്? അത് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു മീനിങ് വരുന്നത് ഇവിടെ
ഓപ്ഷൻ 3 സ്വിഫ്റ്റ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 3 അല്ലെങ്കിൽ ഓപ്ഷൻ സി സ്വിഫ്റ്റ് എന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ. ഫസ്റ്റത്തേതിൻ്റെ ഫംഗ്ഷൻ ആണ് അതിൻ്റെ റിലേഷൻ ആയിട്ട് വരുന്നത്. ഒരു വെർബൽ അനാലജി ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. 1 മിനിറ്റ് ടൈം. ഓക്കെ, ഇവിടെ റിലേഷൻ നോക്കുക. പിങ്ക്, റെഡ്, വൈറ്റ്, ഇതാണ് റിലേഷൻ. 3 ടേം നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പിങ്ക്, റെഡ്, അതുപോലെ തന്നെ വൈറ്റ്. ഇവിടെ വരുന്ന റിലേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ റെഡും അതുപോലെ തന്നെ വൈറ്റും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്ക് പിങ്ക് എന്നുള്ള കളർ കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റത്തെ 2, അതായത് രണ്ടാമത്തെ അതുപോലെ തന്നെ മൂന്നാമത്തെയും ടേം അല്ലെങ്കിൽ ആ ഒരു കളേഴ്സ് കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് ഫസ്റ്റ് കളർ കിട്ടണം. ആ രീതിയിലായിരിക്കണം നമ്മുടെ ആൻസറിലുള്ള റിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നോക്കുക, ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ 2 ആണ്. ബ്ലൂവും അതുപോലെ തന്നെ യെല്ലോയും കമ്പൈൻ ചെയ്താലാണ് നമുക്ക് ഗ്രീൻ എന്നുള്ള കളർ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇതും ഒരു വെർബൽ അനാലജി ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. അതായത് ബ്ലൂവും അതുപോലെ തന്നെ യെല്ലോയും കൂടി മിക്സ് ചെയ്താലാണ് നമുക്ക് ഗ്രീൻ എന്നുള്ള ആ ഒരു സ്പെസിഫിക് കളർ കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ നാലാമത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. 1 മിനിറ്റ് ടൈം. ഓക്കെ, ഇവിടെ റിലേഷൻ നോക്കുക. വിൻഡ്, അതിൻ്റെ റിലേഷനായിട്ട് വന്നിട്ടുള്ളത് ഗെയിൽ എന്നുള്ളതാണ്. അപ്പോൾ വിൻഡിൻ്റെ കുറച്ചും കൂടി ഇൻറ്റൻസിഫൈഡ് ആയിട്ടുള്ള ഫോമാണ് ഗെയിൽ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ 3 ലവ് ആൻഡ് പാഷൻ എന്നുള്ളതാണ്. ലവിൻ്റെ ഒന്നും കൂടി ഇൻറ്റൻസിഫൈഡ് ആയിട്ടുള്ള ഇൻറ്റൻസിറ്റി കൂടിയ വേർഷനാണ് എന്ത് പറയുന്നത്, പാഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആൻസർ എന്ന് പറയുന്നത് ലവ്, പാഷൻ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ റിലേഷൻ എങ്ങനെ വന്നിട്ടുള്ളതെന്ന് കറക്റ്റായിട്ട് നോക്കാം. വിൻഡ് അതിൻ്റെ ഒന്നും കൂടി അല്ലെങ്കിൽ സ്പീഡി അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള വിൻഡിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ ലവ് അതിൻ്റെ കുറച്ചും കൂടി ഇൻറ്റൻസിഫൈഡ് ആയിട്ടുള്ള ഫോമാണ് പാഷൻ എന്ന് പറയുന്നത്. അതാണ് ഈ ഒരു സ്പെസിഫിക് ക്വസ്റ്റ്യനിലെ റിലേഷൻ ആയിട്ട് വരുന്നത്. അങ്ങനെയാണെങ്കിൽ അഞ്ചാമത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. 1 മിനിറ്റ് ടൈം. ഓക്കെ, നോക്കുക. ആരോ സ്ക്യൂവർ. നോക്കുക, ആരോ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം അമ്പുകളാണ്. ക്യൂവർ എന്ന് പറയുമ്പോൾ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും ഇങ്ങനൊരു സംഭവം. അതിൻ്റെ ഉള്ളിൽ ആരോസ് ഇങ്ങനെ
വെക്കും അല്ലേ? ആ ഒരു സാധനത്തിനാണ്, അല്ലെങ്കിൽ പലരും പുറത്ത് വെച്ചിട്ടുള്ള ഫിഗേഴ്സൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അതിനാണ് ക്യൂർ എന്ന് പറയുന്നത്. അതായത് ആരോ സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ കീപ്പ് ചെയ്യുന്ന സംഭവമാണ് ക്യൂർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഒരു രീതിയിലുള്ള റിലേഷൻ വരുന്നത് ഓപ്ഷൻ 2 ആണ്. ബാങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യുക, പൈസ സൂക്ഷിക്കുക, അല്ലെങ്കിൽ മണി ബാങ്ക് എന്നുള്ള റിലേഷനാണ് കറക്റ്റായിട്ട് ആ ഒരു രീതിയിൽ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആരോ സൂക്ഷിക്കുന്നത് ക്യൂവറിലാണ്, അതുപോലെ തന്നെ മണി സൂക്ഷിക്കുന്നത് ബാങ്കിലാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ കീപ്പ് ചെയ്യുന്ന ആ ഒരു പൊസിഷൻ, ആ ഒരു രീതിയിലുള്ള റിലേഷനാണ് ഈ ഒരു സ്പെസിഫിക് ക്വസ്റ്റ്യനിൽ വന്നത്. ഇതും ഒരു വെർബൽ അനാലജി ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെയാണെങ്കിൽ ആറാമത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. 1 മിനിറ്റ് ആയി. ഓക്കെ, ഇവിടെ നോക്കുക. എംബറാസ്, അതുപോലെ തന്നെ അതിൻ്റെ റിലേഷനായിട്ട് വന്നിട്ടുള്ളത് ഹ്യൂമിലിയേറ്റ് എന്നുള്ളതാണ്. അപ്പോൾ എംബറാസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരാളെ അൺകംഫർട്ട് ആക്കുക, അല്ലെങ്കിൽ കോസ്റ്റ് ടു ഫീൽ ഓക്കേർഡ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഹ്യൂമിലിയേറ്റ് എന്ന് പറഞ്ഞാൽ അയാളെ തരം താഴ്ത്തുക എന്നുള്ള രീതിയിലൊക്കെ ഉള്ളൊരു മീനിങ് ആണ് ഹ്യൂമിലിയേറ്റ്. അപ്പോൾ സിനോണിംസ് ആണ് ഏകദേശം വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു റിലേഷൻ വരുന്നത് ഓപ്ഷൻ 4 അനോയ് എക്സാസ്പറേറ്റ് എന്നുള്ളതാണ്. അനോയ് എന്ന് പറഞ്ഞാൽ എന്താണ് അനോയിങ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഓക്കെ, ആ രീതിയിലുള്ള അല്ലെങ്കിൽ സിനോണിംസ് എന്നുള്ള രീതിയിലുള്ള റിലേഷനാണ് ഈ ഒരു പ്രോബ്ലം നമ്പർ 6 വരുന്നത്. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. 1 മിനിറ്റ് ആയി. Okay, question നോക്കുക. Following analogy shows the relationship between two words. Select the pair which has the same relationship. Theft, confess. ഓക്കെ, തെഫ്റ്റ് എന്ന് പറയുമ്പോൾ കളവ് ചെയ്യുക അല്ലെങ്കിൽ കളവ് ചെയ്യപ്പെട്ടു എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ റിലേഷനായിട്ട് വന്നിട്ടുള്ളത് അദ്ദേഹം കൺഫസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഫോൾട്ട് അഡ്മിറ്റ് എന്നുള്ളതാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു തെറ്റായ കാര്യം ചെയ്തതിന് ശേഷം അദ്ദേഹം അത് അഡ്മിറ്റ് ചെയ്യാണ്. അപ്പോൾ ആ രീതിയിലുള്ള റിലേഷനാണ് ഇവിടെ. ഇതും ഒരു വെർബൽ അനാലജി ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ തെഫ്റ്റ് കൺഫസ് എന്നുള്ള റിലേഷൻ നമ്മൾ മനസ്സിലാക്കി. അതായത് ഒരു കളവ് നടത്തി അത് അദ്ദേഹം എന്ത് ചെയ്തു, കൺഫസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഫോൾട്ട് അഡ്മിറ്റ് എന്നുള്ളതായിരിക്കും അതിൻ്റെ റിലേഷനായിട്ട് വരിക. അപ്പോൾ ഇത്രയൊക്കെയാണ് അനാലജിയിൽ നിന്ന് വന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. അപ്പോൾ കൺസെപ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കുക. അതുപോലെ തന്നെ കൂടുതൽ ക്വസ്റ്റ്യൻസ് വെർബൽ അനാലജിയുടെ ഭാഗത്ത് നിന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒന്നും കൂടി അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ VARC അല്ലെങ്കിൽ വെർബൽ അബിലിറ്റി ആൻഡ് റീഡിംഗ് കോംപ്രഹെൻഷനിൽ ഈ ഒരു സെയിം ടോപ്പിക് അനാലജി എന്നുള്ള ടോപ്പിക്ക് തന്നെ ഒന്നും കൂടി കവറപ്പ് ചെയ്ത് പോകും. അപ്പോൾ അതിന് വൊക്കാബ്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള റിലേഷൻസും മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, പരിചയപ്പെടാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് മെയിനായിട്ട് ഈ ഒരു സ്പെസിഫിക് ടോപ്പിക്കിൻ്റെ കേസിൽ പറയാനുള്ളത്. എന്തായാലും നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. താങ്ക്